നമ്മുടെ പുതിയ പ്രോഗ്രാമാണ് ക്ലൈമറ്റ് വാക്ക്. 3 ക്ലൈമറ്റ് നിങ്ങൾ ആസ്വദിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. ഏറ്റവും നല്ല കാടുകളിൽ 2% നമ്മൾ കയറാൻ പോകുന്നത്. ഗിരിസാറാണ് നമ്മുടെ മെയിൻ ഫ്രണ്ടിൽ പോകുന്നത്. ഫ്രണ്ടിൽ നിന്നല്ല, നമ്മളെ ഇന്ന് മൊത്തത്തിൽ നമ്മളെ മാനേജ് ചെയ്യുന്നത് ഗിരിസാറാണ്. മുന്നിൽ ഒരാൾ പോവും, അതിനെ കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. വലിയ മൃഗങ്ങൾ, ഇപ്പൊ ടൈഗർ ആണെങ്കിലും എന്തായാലും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ലെക്കാണ്. ആർക്കാണ് എന്താ ലെക്ക് എന്ന് പറയാ. സാധാരണ നമുക്ക് കേറുമ്പോ തന്നെ മലയണ്ണാന്റെ ഒക്കെ ഭയങ്കര ശബ്ദം ഉണ്ടാവാറുണ്ട്. അതുപോലും ഇല്ല. നമ്മൾ കേറുമ്പോ ഓരോരുത്തർ ലെക്കിനനുസരിച്ചാണ് ഓരോ സൈറ്റ് സീനിങ് കിട്ടുള്ളൂ. കുറച്ച് അടുത്ത് തന്നെയാണ്. നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല, പാറയാണെന്നാണ് പെട്ടെന്ന് കരുതിയത്. കുറച്ചടുത്ത് ചെന്നപ്പോഴാണ് അത് ആനയാണെന്ന് മനസ്സിലായത്. അപ്പോൾ അതുപോലെയുള്ള ആകസ്മികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും കെയർ ചെയ്ത് നടക്കുക. പരമാവധി ഒച്ചയൊക്കെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കൊരു സാധ്യതയുണ്ട്. കേരള അഡ്വഞ്ചർ ട്രക്കേഴ്സിന്റെ 7ാമത്തെ 8ാമത്തെ ട്രക്കിംഗ് ആണിത്. അപ്പോൾ ക്ലൈമറ്റ് വാക്ക് ആദ്യം തന്നെ നിങ്ങൾ താങ്ക്സ് പറയും. 7 മണിക്ക് നിങ്ങൾ കൃത്യമായിട്ട് വന്നേന്. ആരെങ്കിലും ഒരാൾ വൈകിയെങ്കിൽ നമ്മൾ പിന്നെയും വൈകിയാണ്. അപ്പോൾ ഇപ്പോൾ സാറുമാർ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം സൗണ്ടൊക്കെ ഉണ്ടാക്കാതെ, ഇപ്പം ഞാനും വാരിക്കുഴികൾ, അതായത് നമ്മൾക്ക് ട്രക്കിങ്ങിന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് സൈറ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഈ ഏരിയ ഇത്രയും വെളുപ്പിച്ചിടുന്ന എല്ലാ വർഷവും ചെയ്യൂലേ? എല്ലാ വർഷവും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ക്ലൈമറ്റ് അത് ഒരു ശ്രദ്ധിച്ചില്ലേ, ഇത് തേക്ക് മാത്രമേ ഉള്ളൂ. പ്ലാന്റേഷനാണത്. ഈ പ്ലാന്റേഷൻ കഴിഞ്ഞ കുറച്ച് ദൂരം കൂടി ഉള്ളു. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നാച്ചുറലി കാട്ടിലേക്ക് കയറണം. അവിടെ ഫുള്ള് മറ്റേ ചോലമരങ്ങളായിരിക്കും. അതിന് സൈറ്റല്ല, അവരുടെ ഏറ്റവും വലിയ ശാസ്താംബുക്ക് പോണ വഴി. ഇപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു ഇവിടുത്തെ കടപ്പ് വെച്ച് നോക്കിയിട്ട് നമ്മുടെ തൊട്ട് താഴെ നോക്കുന്നത് അതിരപ്പള്ളി അതിന് വള്ളിക്കുളങ്ങര എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. വള്ളിക്കുളങ്ങര അതിരപ്പള്ളി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ കയറി പോകുന്നു. നമ്മൾ നമ്മുടെ ഈ വഴിയിൽ പറമ്പിക്കുളത്തിന്റെ അതിര് നമ്മൾ ടച്ച് ചെയ്യില്ല. പക്ഷെ നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന മലയുടെ അവിടെ നിന്നോട്ട് പറമ്പിക്കുളത്തിന്റെ ഏരിയ ആണ് തൊട്ടെടുത്ത്. അത് ഈ പോകുന്നത് റൈറ്റ് സൈഡ് പറമ്പിക്കുളം, ലെഫ്റ്റ് സൈഡ് ചിമ്മിനിയാണ്. അങ്ങനെയാണ് നമ്മുടെ ചിമ്മിനിയിലെ കാട് കിടക്കുന്നത്. ചിമ്മിനി ഇപ്പൊ വലിയൊരു സാങ്ച്വറി ആണ്. കുറെ ഏരിയകൾ ഈ ഏരിയ ഒക്കെ നമ്മുടെയാണ്. പണ്ട് കാലത്ത് പല പ്ലേസസ് ആയിരുന്നു. ഇപ്പൊ ചിമ്മിനിയുടെ ഏരിയയിൽ പെട്ടാണ്. ശാസ്താംപൂരിലും ആലപ്പാടിലും ഒക്കെ പറയുന്നത് ചിമ്മിനിയിലാണ്. ഇവിടെ സ്റ്റാച്യു ഉണ്ട്. നമ്മുടെ ഈ കുണ്ടായി ചൊക്കനൊക്കെ പറയില്ലേ, ആ കുണ്ടായി ചൊക്കന വരെ എത്തിയ ചൊക്കനയിൽ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ ശാസ്താംപൂർ. ഒരു മലയാണെന്നുള്ള പ്രത്യേകത നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ കാണുന്ന. ഇപ്പൊ നമ്മള് എല്ലാവരോടും തമാശയായിട്ട് പറയും, നമ്മളിവിടത്തുള്ള ട്രൈബൽ വിഭാഗം നമ്മുടെ ചിമ്മിനിയിലുള്ള ശാസ്താംപൂരത്തിൽ നിന്ന് വരുന്ന ട്രൈബൽ വിഭാഗത്തിൽ അവരെല്ലാവരും പറയുന്നതാണ് ഒരു കടാപ്പും ഒരു നടാപ്പും. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു കടാപ്പും ഒരു നടാപ്പും. അങ്ങനല്ല ഉദ്ദേശിച്ച്, അങ്ങനല്ല. ഒരു രാത്രി ഒരു പകലാണ് അവര് ഉദ്ദേശിക്കുന്നത് നടക്കാൻ. നമ്മൾ ചോദിക്കും അവിടേക്ക് പോകാൻ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു കടാപ്പും ഒരു നടാപ്പും എന്നാ പറയാം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുക കുറച്ചു നേരം നടന്നൊന്നിരുന്നു അതിൻ്റെ നടക്കും. അതല്ല, ഒരു നൈറ്റ് ഒരു പകലാണ്. ഒരു കടാപ്പ് എന്ന് പറയുന്നത് നൈറ്റാണ്. നടാപ്പ് എന്ന് പറയുന്നത് പകലാണ്. ഇപ്പൊ ഭാഗ്യം ഉണ്ടെങ്കിൽ അവരെ കാണാം. അവരെ സ്ലാങ് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. അവരൊരു മലയാളമൊക്കെ ആണെങ്കിലും സംസാരിക്കുന്ന ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് വയനാടൊക്കെ പോകുന്ന ഈ കുറവന്മാർ അവരൊക്കെ സംസാരിക്കുന്ന പോലെയല്ല. നമ്മുടെ സാധാരണ പോലെയാണ്. നമ്മളായിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ശാസ്താംപൂരത്തുള്ള ട്രൈബ്സ്. കാടർ വിഭാഗമാണ്. നമ്മുടെ കൂടെ ഉള്ളത് മലയോര വിഭാഗമാണ്. മലയോര വിഭാഗം 2 വിഭാഗം ഉണ്ടെന്നുള്ളത് സാറേ.
ചിമ്മിനിയിലുള്ള ഒരു മലയാള വിഭാഗം, അവിടെ ഉള്ള ഒരു കാടർ ഡാമിന്റെ വ്യൂ. ഇതേപോലത്തെ മരത്തിൽ കയറുള്ളൂ. അവനിങ്ങനെ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന മരത്തിൽ കയറില്ല, ഇങ്ങനെ പറ്റുന്ന മരത്തിൽ മാത്രമേ കയറുള്ളൂ. അത് കാരണം നമ്മൾ കരടിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലത്തെ വള്ളിയിലും അങ്ങനെ കയറണമെന്ന് പറയാം രക്ഷപ്പെടാൻ വേണ്ടി. ഇതേപോലത്തെ മരത്തിൽ നമ്മൾ കയറിയ ഒരു എപ്പോഴും ബ്യൂട്ടി ആയിരിക്കും. ഇതിന്റെ ഈ സാധനം മുഴുവൻ ഇത് പാമ്പിന്റെ വരി, പടം പൊളിക്കുന്ന വരി ഫോറസ്റ്റ് എന്ന് പറയാം. ആ സാധനം മുഴുവൻ പൊളിക്കും. മുഴുവൻ മലക തീർന്നു. അവിടെ അതിന്റെ അപ്പുറത്തുനിന്ന് മംഗലങ്കാവെന്ന് പറയുന്ന ഇതില് അതിന്റെ പുറത്ത് പോയി ഇറങ്ങി നമ്മുടെ ബൗണ്ടറി. അതില് ചിമ്മിനിയുടെ മേഖലയോട് കൂടി സംസാരിക്കുന്നില്ലേ ഈ മല വെച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് പണ്ടത്തെ ട്രൈബൽസ് സെറ്റിൽമെന്റ് മാറ്റിയ ആൾക്കാരുടെ താമസം. 6-7 കുടുംബങ്ങൾ താമസിക്കുന്നതായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് അത് നല്ലൊരു സൈറ്റ് വ്യത്യാസം. ആനപ്രതികൾ നാട്ടിലുള്ള ദൈവങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനാണ് കൂടുതലാണ് കാട്ടു ദൈവങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന കള്ളിച്ചിത്ര എന്ന് പറഞ്ഞിട്ടൊരു എടുത്താണ് ആ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സമൂഹം ജീവിച്ചിരുന്നു. ഇവിടെ അവരെ നടാമ്പാടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വല്ലൂർ കുത്ത്, തൃശ്ശൂർ ജില്ലയിലൊക്കെ ഉള്ള ഒരു വല്ലൂർ കുത്ത് മരുട്ടിച്ചാല് ആ പോണ വഴിയിൽ നടാമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരെ താമസിപ്പിച്ചിരുന്നത്. ഇപ്പൊ അവരവിടെയാണ് സെറ്റിൽമെന്റ്. അവിടെ ഉത്സവം വരുന്നത് ഇവിടെ നിന്നാണ് കൊണ്ടുപോവുക. ഇവിടുന്ന് പൂരം, ചിമ്മിനിമുത്തി എന്ന് പറയും, പായമ്പാറ ഭഗവതി എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പമുണ്ട്. അതായത് പായമ്പാറ ഭഗവതി ഏറ്റവും കൂടുതൽ വെള്ളത്തിനടിയിലാണ് ഈ പായമ്പാറ ഭഗവതി ഇരിക്കുന്നത്. ഇപ്പൊ ഭഗവതി ഇവിടെയല്ല, അവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ എഴുന്നള്ളിപ്പ് നടത്തുന്നത് ഇവിടെയാണ്. ഞങ്ങളുടെ സങ്കല്പത്തിൽ ഇപ്പോഴും പായമ്പാറ ഭഗവതി ഇവിടെ തന്നെയാണ് ഭഗവതി ഇപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പല കാസ്റ്റിൽപ്പെട്ട ആൾക്കാരായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഭഗവതി, ഞങ്ങളുടെ കാടും, ഞങ്ങൾ അങ്ങനത്തെ ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പായമ്പാറ ഭഗവതി ആണ് നമുക്കിവിടെ. പിന്നെ അതേപോലെ നീലിക്കയം, യക്ഷി സങ്കല്പം, അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് ഇവിടെ. മലപ്പാറ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ടൂറിസ്റ്റ് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചുപൊളി സ്ഥലമാണ് മലപ്പാറ എന്ന് തന്നെ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, അത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് സംഭവം. ചിമ്മിനിയിലുള്ള സ്ഥലമാണ് മലപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ ലേഡീന്റെ ഒരു ബ്രസ്റ്റ് നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെ വെള്ളം വരുന്നു. അങ്ങനൊരു തന്നെയാണ്. പക്ഷെ അടിപൊളി സ്ഥലമാണ്. ഇപ്പൊ ആ സാധനമൊക്കെ പോയി നശിച്ചു പോയി. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ്. വെള്ളച്ചാട്ടം അതുകൊണ്ട് ഇങ്ങനെ ഒഴുകി നടക്കാം. അങ്ങനെ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ എല്ലാവരും കൂടി സർക്കാരും മറ്റെല്ലാം കൂടി അനുഗ്രഹിച്ച് അടുത്ത വർഷമോ അത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ച് ഈ കോർ ഏരിയയിലെ പ്രശ്നം കാരണം കൊണ്ട് നമ്മൾ കുറെ ക്യാമ്പിങ്ങുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. ആനപ്പൂര് അവിടെ ആനപ്പൂര് ഇവിടെ ആനപ്പൂര് എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് ആനപ്പൂരാണ്. ആനകൾ പൂരെടുത്തിരുന്ന സ്ഥലമാണ്. ഒരുപാട് പറ്റാത്ത ഉറവകൾ പറ്റിപ്പോയ ചരിത്രങ്ങളൊക്കെ കഥകളൊക്കെ ഉണ്ട്. അത് കഥകൾ മുള കാണണമെങ്കിൽ നമ്മുടെ കാട്ടിൽ ഇങ്ങനെ വരണം. കേട്ടോ, അരയാമ്പൂരിലേക്ക് മുളല്ലത് അരയാമ്പൂർ കംപ്ലീറ്റ് പൂത്ത് അരയാമ്പൂർ കാണുന്നത്. നമ്മുടെ അതിരപ്പള്ളി മലനിരകളാണത് ആ കാണുന്നത് കേട്ടോ. കാണുന്നില്ല വീഡിയോ.
ഇതൊക്കെ നിങ്ങള് എല്ലായിടത്തേക്ക് പോയ വയനാടൻ പച്ചമരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കില്ല, എന്നാലും ഇടയ്ക്കൊക്കെ പണി കൊടുക്കണ്ടല്ലോ. ചതക്കി ചതക്കി രണ്ട് ചതക്കി ചതക്കി ഇവിടെ നമ്മളെ കേറില്ലേ ദേവതായ മാത്രമുള്ള പോയാ പോയി. വൈദ്യസഹായം ഇല്ല കേട്ടോ നമുക്ക്. ജോസഫ് പറഞ്ഞില്ല, ഞങ്ങൾ വന്ന ചാപ്പി ഒരാൾ വന്നില്ലെന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ഒരു പിടി മണ്ണിളക്കിട്ട് തെക്കുമുള്ള വേണം, തെക്കുമുള്ള വലിക്കണ്ട 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 വലിക്ക് വലിക്ക് വലിക്ക്. ചേച്ചി ട്രൈ ചെയ്യണ്ട, വലിക്കും. വാതക്കൊടി എന്നാണ് നമ്മളിവിടെ പറയാ. ട്രൈ ചെയ്ത് നോക്കാം. അതെ കിട്ടിയിട്ട് അങ്ങോട്ട് പോലെ അങ്ങോട്ട് ബാക്കി ഇറങ്ങിക്ക്. കിട്ടിയില്ലേ? ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ആൾക്ക് കറക്റ്റ് കിട്ടിയത്. ചോരിപ്പഴുണ്ടല്ലോ. ആ അതൊരു 10 പേര് പിന്നെ ധോണി വാട്ടർഫോളും പ്രശ്നമില്ല. ആൾക്കാരെ കഴിഞ്ഞ ആഴ്ച പോയി.